ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9-ലെ ചാപ്റ്റർ 3 ദി വേൾഡ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു നമ്പർ ലൈനിൽ എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നോക്കുന്നത്. അപ്പോൾ നമ്പർ ലൈനിൽ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. റെപ്രസെൻറ്റ് 8/5 ആൻഡ് -7/4 ഓൺ എ നമ്പർ ലൈൻ. ഇവിടെ നമുക്ക് രണ്ട് റാഷണൽ നമ്പർ ഉണ്ട്. ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറും ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറും സെയിം നമ്പർ ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2, 3, 4 നമ്പേഴ്സ് ഒക്കെ സെയിം നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കാം. ഇനി നമ്പർ ലൈനിൽ ഉള്ളത് എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? പോസിറ്റീവ് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 8/5 7 -7/4 ഒക്കെ ഏതൊക്കെ ഇൻറ്റിജറിന്റെ ഇടയിലാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് 8/5 എഴുതാം. അപ്പോൾ 8/5 8/5 ഏത് രണ്ട് ഇൻറ്റിജറിന്റെ ഇടയിൽ വരുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് 8/5നെ മിക്സഡ് നമ്പർ ആക്കാം. അതെങ്ങനെയാ ചെയ്യുക? 8നെ 5 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. കോഷ്യന്റ് 1 റിമൈൻഡർ 3. അപ്പോൾ എങ്ങനെയാ മിക്സഡ് നമ്പർ ആക്കുക? കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ 1 and 3/5 എന്ന് പറയുന്നത് ഏതൊക്കെ ഇൻറ്റിജറിന്റെ ഇടയിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം അല്ലേ? 1ന്റെയും 2ന്റെയും ഇടയിൽ. ഇനി നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് ഈ 3/5 ആണ്. അപ്പോൾ ഈ 3/5 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്റർ നോക്കുക. 5 ഒറിജിനൽ നമ്പർ ആയാലും മിക്സ്ഡ് നമ്പർ ആയാലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ആ ഡിനോമിനേറ്റർ എത്രയാണോ അത്രയും ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഇന്റർവെലിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 and 2നെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് 1/5, സെക്കൻഡ് പോർഷൻ 2/5, തേർഡ് പാർട്ട് 3/5, ഫോർത്ത് പാർട്ട് 4/5. ഞാനിവിടെ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസമൊക്കെ വരും. നിങ്ങൾ സ്കെയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യും. ഇനി ഇപ്പോൾ ഇവിടെ നേരെ കാണാമല്ലേ 3/5. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നമ്പർ. 1 and 3/5 എന്ന് പറയുന്നത് ഈ നമ്പറാണ്. ഇത് തന്നെയാണ് 8/5. അടുത്ത നമുക്ക് -7/4നെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പം -7/4 എഴുതി. സെയിം സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം മിക്സഡ് നമ്പർ ആക്കുക. അപ്പോൾ 7നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യന്റ് 1 ആണ്. റിമൈൻഡർ 3 ആണ്. അപ്പം നെഗറ്റീവ് സൈൻ ആദ്യം എഴുതുക. കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. ഓക്കെ. അപ്പോൾ ഇനി -1 and 3/4 ഏത് രണ്ട് ഇൻറ്റിജറിന്റെ ഇടയിലായിരിക്കും കിടക്കുന്നത്? -1നും -2ന്റെയും ഇടയിൽ. ഇനി -1ന്റെയും -2ന്റെയും ഇടയിലുള്ള ഇന്റർവെല്ലിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മുടെ ഡിനോമിനേറ്റർ നോക്കാം. 4. ഇവിടെ സെയിം ഡിനോമിനേറ്റർ തന്നെയല്ലേ? 4. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1/4, ഇവിടെ 2/4, ഇവിടെ 3/4. ഇനി നമുക്ക് വേണ്ടത് -1 3/4. അപ്പോൾ ഏതായിരിക്കും പോയിന്റ്? ഇതാണ് പോയിന്റ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? -1 3/4 അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ റാഷണൽ നമ്പർ -7/4. എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ -7/4 എന്നാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ -1 and 3/4 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിനെ മിക്സഡ് നമ്പർ ആക്കുക. അപ്പോൾ അത് ഏതൊക്കെ ഇൻറ്റിജറിന്റെ ഇടയിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എത്രയാണോ അത് വെച്ചിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കും. എന്നിട്ട് മാർക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾക്കുള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് നമ്പർ ലൈനൊക്കെ വരച്ച് ഈ നമ്പേഴ്സ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.